ഇന്നലെ വരെയും ഈ ക്യാമ്പസിലെ ക്ലാസ്സിൽ ഈ അധ്യാപകരോടൊപ്പം സംസാരിച്ചിരുന്ന അവരുടെ ക്ലാസ്സിൽ പഠിക്കാൻ ഇരുന്നിരുന്ന ഇവിടുത്തെ ജീവനക്കാരോടൊപ്പം ഇടപഴകിയിരുന്നയാൾ അടുത്ത പ്രഭാതത്തിൽ അവരുടെ ചേതനയറ്റ ശരീരം കാണേണ്ടി വരുന്ന അങ്ങേയറ്റം ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ക്യാമ്പസ് ഉള്ളത്. കാരണം 5 പേരുടെ മൃതദേഹം ഒരേ സമയത്ത് ക്യാമ്പസിന്റെ മുറ്റത്ത് നിരത്തിവെച്ച് കാണേണ്ടി വരുന്ന ദുഃഖകരമായ ഒരു അവസ്ഥ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നു. അങ്ങേയറ്റം ദാരുണമായ ഒരു അപകടം. അതായത് ഷെവർലെ കാർ 11 പേർ സഞ്ചരിച്ച് അവർ പാഞ്ഞ് വന്ന് ഈ ബസ്സിലേക്ക് ഇടിച്ച് തകർന്ന് തരിപ്പണമാകുന്ന ഒരവസ്ഥ. കാർ നമ്മൾ നേരത്തെ കണ്ടതാണ്. ആ കാർ സങ്കടകരമായ ഹൃദയഭേദകമായ കാഴ്ചയാണ് ആലപ്പുഴയിൽ നിന്ന് കാണുന്ന. ഷൈജു അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ഷൈജു, വേദനാജനകമായ സംഭവം. ഒപ്പം തന്നെ അല്പസമയം മുമ്പ് RTO ഈ സ്ഥലം സന്ദർശിച്ച് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ടല്ലോ. സത്യത്തിൽ എങ്ങനെയാണ് ഇത് ഇത്ര വലിയ ആഘാതമുള്ള ഒരു അപകടമായി മാറിയത് എന്നാണ് പ്രാഥമിക പരിശോധനയിൽ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തുന്നത്? നിഷാദെ, മോട്ടോർ വാഹന വകുപ്പിന്റെ മേധാവി, ജില്ലാ മേധാവിക്കാണ് ഈ അന്വേഷണത്തിന്റെ പ്രാഥമിക അന്വേഷണത്തിന്റെ ചുമതല ജില്ലാ കളക്ടർ കൈമാറിയിരിക്കുന്നത്. അതനുസരിച്ച് RTO അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവസ്ഥലം സന്ദർശിച്ചത്. സംഭവസ്ഥലം സന്ദർശിച്ച് അദ്ദേഹം പ്രാഥമികമായ ചില വിവരങ്ങളാണ് നമ്മളോട് കൈമാറിയത്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാരണം ഈ കാലാവസ്ഥ ഇങ്ങനെ ഉണ്ടായിരുന്നതുകൊണ്ട്, മഴ പെയ്തു കിടന്നതുകൊണ്ട് തെന്നി മാറി ഉണ്ടായ ഒരു അപകടമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ അർത്ഥത്തിൽ ഉള്ള ഒരു നിഗമനത്തിലേക്കാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് എത്തുന്നത്. അതോടൊപ്പം തന്നെ ഇതിനോടൊപ്പം അന്വേഷിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. 7 സീറ്റർ വണ്ടിയാണ്, 7 പേർക്ക് സഞ്ചരിക്കാവുന്ന വണ്ടിയാണ്. അതിൽ 11 പേർ സഞ്ചരിച്ചു. അത് ഓവർലോഡ് എന്ന് പറയുന്ന പരിധിയിലെത്തും. അത് അന്വേഷിക്കേണ്ടതാണ്. ഈ വണ്ടിയുടെ കാലപ്പഴക്കം സംബന്ധിച്ചത് അന്വേഷിക്കേണ്ടതാണ്. ഈ വണ്ടി ആരുടേതാണ്, എങ്ങനെയാണ് ഇവർ ഇതെടുത്തത്, എന്താവശ്യത്തിനാണ് എടുത്തത്, എപ്പോഴാണ് എടുത്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണം നടത്തും എന്ന് RTO അല്പസമയങ്ങൾക്ക് മുമ്പ് അറിയിക്കുകയും ചെയ്തു. ആ അർത്ഥത്തിലുള്ള ഒരു അന്വേഷണമാണ് നടക്കുക. മറുവശത്ത് പോലീസ് ഈ കേസ് നേരത്തെ ക്രൈംബ്രാഞ്ച് DYSP നമ്മളോട് സംസാരിച്ചിരുന്നു. അവരും പറയുന്നത് കേസ് അന്വേഷണം ആരംഭിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ അങ്ങനെ ആരംഭിച്ച് മൊഴിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലുള്ള കാര്യങ്ങളുള്ളത്. പക്ഷേ ഈ വാഹനത്തിന്റെ ഓവർ സ്പീഡ്, ഓവർലോഡ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അത് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും. അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ എന്തെങ്കിലും പറയാൻ സാധിക്കൂ എന്നതാണ്. 11 പേർ കാറിലും 2 പേർ ബൈക്കിലുമായി സിനിമ കാണാൻ പോയി എന്ന ഒരു കാര്യമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 9 മണിക്ക് ശേഷം നടക്കുന്ന ഷോ കാണുന്നതിന് വേണ്ടിയിട്ട് താമസിച്ചു പോയപ്പോഴുണ്ടായ ധൃതിയായിരിക്കാം എന്നാണ്. കാരണം ബസ് കണ്ടക്ടറും ഡ്രൈവറും നമ്മളോട് പറഞ്ഞത് 9:15 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് എന്നാണ്. അത്തരത്തിൽ ഉണ്ടായ ഒരു അപകടം അങ്ങേയറ്റം ദാരുണമായ ഒരു അപകടമായിരുന്നു. കാരണം ഈ 11 പേരെയും കൊണ്ട് വന്ന ഈ കാറ് നേരെ ഈ KSRTC ബസ്സിലേക്ക് ഇടിച്ച് തകർന്ന് ഇവരെ പുറത്തേക്ക് എടുക്കുന്നത് വെട്ടിപ്പൊളിച്ചാണ്. കാറ് വെട്ടിപ്പൊളിച്ച് 20 മിനിറ്റിലധികം സമയമെടുത്തിട്ടാണ് ഈ കാർ പൊളിച്ച് അതിന്റെ ഡോറൊക്കെ വലിച്ചിളക്കി പുറത്തേക്ക് എടുക്കുന്നത്. കാർ കണ്ടാൽ തന്നെ അറിയാം ആ മുൻഭാഗം ഇടിച്ച് തകർന്ന് ബാക്കിലേക്ക് അമുങ്ങിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. എല്ലാ സീറ്റുകളും ഇളകി മറിഞ്ഞു പോയിരിക്കുന്നു. ആ അർത്ഥത്തിൽ വലിയ ഒരു അപകടം. KSRTC ബസ്സിനെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ടിലെ ബോണറ്റിൽ പറ്റിയ ഒരു അപകടം ഒഴിച്ചു നിർത്തിയാൽ മറ്റ് അപകടങ്ങൾ ആ ബസ്സിനെ സംബന്ധിച്ചിടത്ത് കാണാനില്ല. CCTV പരിശോധിക്കുമ്പോൾ ആ ബസ് ഒന്ന് നിർത്തിയിട്ട് ഒന്ന് പിറകോട്ടെടുത്ത് ഈ ഇടിയുടെ ആഘാതം, അതായത് ഇതിന് നേരെ ഒരു കാർ വരുന്നത് കണ്ടിട്ട് ആ ഡ്രൈവർ എടുത്തൊരു ജാഗ്രത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ കണ്ടാൽ ഇതിലേക്ക് പക്ഷെ വന്നിടിക്കുകയായിരുന്നു. ഒരു പക്ഷേ ആ എടുത്ത പിറകിലേക്ക് എടുത്ത രീതി ഒരു പക്ഷേ ആഘാതം കുറച്ചിട്ടുണ്ടാവാം. പക്ഷേ ഈ 11 പേരിൽ 5 പേരുടെ മരണത്തിലേക്ക് മാത്രം ഒതുങ്ങിയതും ഒരു പക്ഷേ അതായിരിക്കാം. അതല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു അപകടകരമായ ഒരു അവസ്ഥ നമുക്കിപ്പോൾ പറയേണ്ടി വരുമായിരുന്നു എന്നാണ് അതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. ഇക്കാര്യങ്ങൾ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പും നമ്മോട് പങ്കുവെക്കുന്നത്. ഏതായാലും ഈ ആഘാതത്തിൽ മരണപ്പെട്ട 5 പേരുടെയും ചേതനയറ്റ ശരീരം അല്പസമയത്തിനകം ഈ ടേബിളുകളിലേക്കാണ് എത്തുക. ഈ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ നിന്നും അല്പം ദൂരം മാറിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി ഉള്ളത്. ഈ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഈ പോസ്റ്റ്മോർട്ടം പൂർത്തിയാവുക. പോസ്റ്റ്മോർട്ടം പൂർത്തിയായതിനു ശേഷം അല്പസമയത്തിനകം അത് പൂർത്തിയാകും. മറ്റ് ചില ഇത് എംബാം ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ചില സാങ്കേതിക ക്രമീകരണങ്ങളുണ്ട്. ആലപ്പുഴയിൽ അങ്ങേയറ്റം സങ്കടകരമായ ഹൃദയഭേദകമായ ഒരു കാഴ്ചയ്ക്ക് കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഒരു അപകടത്തിൽ ഒരു രാത്രി അപകടത്തിൽ കൊല്ലപ്പെടുന്നു. ബാക്കി 2-3 പേരുടെ നില ഇപ്പോഴും അങ്ങേയറ്റം ഗുരുതരമായ നിലയിൽ തുടരുകയാണ്. അവർ തീവ്രപരിചരണ വിഭാഗത്തിലുമാണ്. ഈ വാർത്തയിലേക്കും അതിൻ്റെ ദൃശ്യങ്ങളിലേക്കും വേഗം തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.